ചേച്ചി എങ്ങനെ പൊതുവെ നന്നായിട്ട് വായിക്കുന്ന ആളാണോ അതെയോ പെയിന്റിംഗ് ആണോ ഇപ്പൊ എന്താ ഡിസൈനിങ്? അല്ല, എനിക്ക് നേരത്തെയൊക്കെ ഈ ഇതിൽ വരുന്നതിനും പ്രൊഫഷണൽ വരുന്നതിന് മുമ്പ് റീഡ് ചെയ്യുമായിരുന്നു. നോവലൊക്കെ ഇഷ്ടമാണ് വായിക്കാൻ. പിന്നെ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യമായിട്ട് കൂടുതൽ പെർഫെക്ഷനിസ്റ്റിൽ അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് പോയപ്പോൾ നമുക്ക് തന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് ചേർത്തു. അന്നേരം ഡിപ്ലോമ എടുത്തു. അത് കഴിഞ്ഞ് മേക്കപ്പിന് പഠിക്കാൻ പോയി. ബ്രൈഡൽ മേക്കപ്പ് പഠിച്ചു. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സിസിലിയ മോണിക്, വേൾഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, അവരുടെ അടുത്തുനിന്ന് പഠിച്ചു. അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പൊ കറന്റ്ലി എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് നിൽക്കുന്നു. കൊറോണ വന്നാലും വന്നില്ലെങ്കിൽ നമ്മള് എല്ലാ കാര്യത്തിലും അന്നും ഇന്നും. ഒരു ദിവസം നേരം വെളുത്ത് ഇരുട്ടാവുന്നു, ആ സമയം യൂട്ടിലൈസ് ചെയ്യാന്നല്ലാതെ എന്ത് കൊറോണ അല്ലെങ്കിൽ ഏത് ദിവസം അതൊന്നും കാര്യമൊന്നുമില്ല അല്ലേ? അതെ, എന്തായാലും നമുക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗെയിം. സിമ്പിൾ ഗെയിമാണ് ആൻഡ് നല്ലൊരു പണിഷ്മെന്റും നല്ലൊരു സമ്മാനവും ഒക്കെ ഇവിടെ പണിഷ്മെന്റ് നവാസൊക്കെ ചെയ്യണം എന്നാണ്. അപ്പൊ അത് നിങ്ങൾ പക്ഷെ ഇതൊരു ഗെയിം ആയതുകൊണ്ട് ഭാര്യ ഭർത്താവ് സ്നേഹം വേണമെന്ന് ഞാൻ പറയില്ല. കുറച്ചൊക്കെ ഒരു വാശിയൊക്കെ ആവാം. സെന്റിമെന്റ്സ് ഒന്നും കാണിക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താവ് അല്ല, ബാച്ചിലർ ആണ് നവാസൊക്കെ. ചേച്ചിയും ഒരു പണിഷ്മെന്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ബാക്കിലേക്ക് പോകാൻ ശ്രമിക്കില്ല. ഈ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന. നമ്മൾ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാന്നുള്ളത് അത്രേ ഉള്ളൂ. യൂട്ടിലൈസ് ചെയ്യണം നമ്മള് ഗെയിമില്. റെഡ് കാർപ്പറ്റിന്റെ വേദി. അപ്പൊ നമുക്കൊന്ന് എഴുന്നേക്കാം അല്ലെ? കുറച്ച് പ്രോപ്പർട്ടീസ് വരട്ടെ. ഓക്കെ, സോ നമ്മുടെ പണി പാളി എന്നുള്ള സെഗ്മെന്റ് ആണിത്. ഓക്കെ, അപ്പോൾ പണി പാളാതെ നിങ്ങൾ നന്നായിട്ട് ഈ ഗെയിം കളിക്കണം. പക്ഷെ ആരെങ്കിലും ഒരാൾക്ക് പണി പാളും, ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും, അങ്ങനെയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് ഇങ്ങനെ നമ്മൾ കയ്യിലിതാ ഇങ്ങനെ ബാലൻസ് ചെയ്യണം. എന്നിട്ട് ഈ ഗ്ലാസുകൾ നമ്മൾ ഒരു പിരമിഡ് ഷേപ്പിൽ ഇത് അറേഞ്ച് ചെയ്യണം. അതായത് താഴത്തെ റോയിൽ 5, പിന്നെ 4, പിന്നെ 3, 2, 1 ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഇവിടെ പ്ലേസ് ചെയ്യണം, ബാലൻസ് ചെയ്യണം, ഒന്നും താഴെ പോരുത്. മനസ്സിലായില്ലേ? ഗെയിമിന്റെ റൂൾസ് മനസ്സിലായില്ലേ? 1 മിനിറ്റ് സമയം നവാസിക്ക്, 1 മിനിറ്റ് സമയം രഹനക്ക്. ഓക്കെ, ആദ്യം ആരാണ്? ലേഡീസ് ഫസ്റ്റ് ആണ് ശരിക്കും വേണ്ടത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ആണോ? ഇവിടെ പുരുഷനാണ് ഫസ്റ്റ്. അപ്പൊ അത് ഐശ്വര്യമായിട്ട് ഈ ബോർഡ് പിടിച്ചോളൂ. ഇതെങ്ങനെയാ നിക്കാന്ന് വെച്ചാൽ അങ്ങനെ നിന്നോളൂ. ഓക്കെ, റെഡി? റെഡി, 1 2 3 മ്യൂസിക്. ഈശ്വരോ, ഇതെന്തൊരു പാടേ ഇത്. അഞ്ച് 4 ഇത് കുറച്ച് അയ്യടാ, ഇത് കുറച്ച് അകത്തി വെച്ച് മോനെ. യെസ് യെസ്. ഓ ചേട്ടൻ നവാസക്ക് ഇത് സിമ്പിൾ ആണ്, ഡെയിലി കളിക്കുന്ന ഗെയിമാണ്. സമയമുണ്ട്, ധൃതി വെക്കണ്ട. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പിരമിഡ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലല്ല, ഞാൻ മനപ്പൂർവ്വം തട്ടിക്കളഞ്ഞ. എന്താളിയാ എന്ത് വെച്ച് തോറ്റു കൊടുക്കാൻ പാടുണ്ടോ? ഞാൻ അങ്ങനെ പലതും പറയില്ലേ. എന്താണ്ടായേ ഇന്നസെന്റ് അവസ്ഥയില്ലേ? അതായത് എപ്പോഴും ചേട്ടൻ ഒന്നാമത്തെ വെക്കും, അപ്പൊ എല്ലാം കളയും. ഒന്നാമത്തെ വെക്കും, എല്ലാം കളയും. പോട്ടെ, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. പക്ഷെ എന്നാലും ഗംഭീരമായി കളിച്ചു. ഇനി നമുക്ക് നോക്കാം രഹന ചേച്ചി ഈ ഗ്ലാസും കൊണ്ടുള്ള പിരമിഡ് പൂർത്തിയാക്കുമോ ഇല്ലയോ എന്നുള്ള നോക്കാം. യെസ്, അപ്പൊ റെഡി, 1 2 3 മ്യൂസിക്. ടെൻഷൻ അടിക്കേണ്ട, സമയം 1 മിനിറ്റ് ഉണ്ട്. സെക്കൻഡ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി തേർഡ് റോ. ആടിക്കളിക്കാതെ കൊച്ചിരാമോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. 40 സെക്കൻഡ്സ് ഉണ്ട്, അതുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി. യെസ് യെസ് യെസ്.